നിങ്ങൾക്ക് വെറുപ്പ് തോന്നിയാലും ഇല്ലെങ്കിലും, നിങ്ങൾക്ക് എന്നോട് ദേഷ്യം തോന്നിയാലും ഇല്ലെങ്കിലും, നിങ്ങൾക്ക് എന്നോട് ഇത് പറയുന്നത് കൊണ്ട് എന്തെങ്കിലും വൈരാഗ്യമോ വിദ്വേഷമോ തോന്നിയാൽ ഒരു കുഴപ്പമില്ലാത്ത ഒരു വ്യക്തിത്വമാണ് എൻ്റേത്. ഇവിടെ അധർമ്മത്തിന്, പ്രത്യേകിച്ച് വ്യഭിചാരം പോലുള്ള വലിയ തിന്മകൾക്ക് ഭയങ്കരമായ ഒരു ആസ്വാദനമുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. എന്തുകൊണ്ട് മതിൽച്ചാട്ടങ്ങൾ നടക്കുന്നു, എന്തുകൊണ്ട് വേലിച്ചാട്ടങ്ങൾ നടക്കുന്നു, എന്തുകൊണ്ട് 2-3 മക്കളുള്ള ആളുകൾ പോലും മറ്റു സ്ത്രീകളെ ആശ്രയിക്കാൻ വേണ്ടി പുറത്തു പോകുന്നു, എന്തുകൊണ്ട് നമ്മുടെ നാടുകളിൽ കുമാനം പോലെ മസാജിങ് സെൻറ്ററുകൾ പൊന്തി വരുന്നു, അത് പിന്നീട് പിടിക്കപ്പെടുകയും ബന്ധാക്കി ചെയ്യുകയും ചെയ്യുന്ന 1-2 മാസം കൊണ്ട് മാത്രം പൂട്ടിപ്പോകുന്ന എത്ര ബ്യൂട്ടി പാർലറുകളാണ് നാട്ടിൽ വന്നത്, എത്ര മസാജിങ് സെൻറ്ററുകളാണ് ഉണ്ടായത്. എന്തുകൊണ്ടങ്ങനെ സംഭവിക്കുന്നു? അതിൻ്റെ പിന്നാമ്പുറത്ത് നടക്കുന്ന പലതും നമുക്ക് പുറത്ത് പറയാൻ പറ്റാത്ത വളരെ മോശമായ കാര്യങ്ങളാണ്. അപ്പോൾ ഇവിടെ അതേപോലെ ഒരു ഭാഗത്ത് സ്വവർഗരതിയും മറ്റൊരു ഭാഗത്ത് ലെസ്ബിയൻസിൻ്റെ ചാട്ടവും അഴിഞ്ഞാട്ടവും ഒക്കെ നമ്മൾ സോഷ്യൽ മീഡിയകളിലൂടെ കാണുമ്പോൾ ഇതൊരു സമൂഹത്തിൽ നടമാടുന്നുണ്ട്. പുരുഷനെ ഭോഗിക്കാനും സ്ത്രീക്ക് സ്ത്രീയെ ചേർന്ന് ജീവിക്കാനും സ്വാതന്ത്ര്യമുണ്ട്, ഞങ്ങൾക്ക് എല്ലാത്തിനും അധികാരമുണ്ട്, കഴിവുണ്ട്, ഞങ്ങളെ ഇഷ്ടത്തിന് ജീവിക്കുമെന്ന് പറയുന്ന ഒരു പുതിയ തലമുറയിലെ ഒരു മഹാഭൂരിഭാഗം ആളുകൾ ഉണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. ഇതിനൊരു ആസ്വാദനമുണ്ടെന്ന് ഞാൻ പറയുമ്പോൾ, ഇതിനൊരു സുഖമുണ്ടെന്ന് പറയുമ്പോൾ പലരും വിചാരിക്കും എന്തപ്പോൾ അങ്ങനെ പറയുന്നതെന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ടാകാം. അതുള്ളത് കൊണ്ടാണ് ഇത്രയും ആളുകൾ അതിലേക്ക് ഒഴുകിപ്പോകുന്നത് എന്നതിൽ യാതൊരു സംശയമില്ല. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളെത്ര രഹസ്യമായി കാമുകിയുമായി ബന്ധപ്പെട്ടാലും, എത്ര രഹസ്യമായി ഈ തിന്മകൾ ചെയ്താലും, എത്ര സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ട് ഓരോ കരുക്കൾ മുന്നോട്ട് നീക്കിയാലും അതിൻ്റെ അനന്തരഫലങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. സമൂഹ മാധ്യമങ്ങളിലും മീഡിയകളിൽ, നമ്മുടെ അയൽപക്കങ്ങളിൽ, നമ്മുടെ നാടുകളിൽ, രാജ്യങ്ങളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ ഭവിഷ്യത്തുകൾ. അപ്പോൾ ഇതിനൊരു സുഖമുണ്ട്, സന്തോഷമുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. അതുകൊണ്ടാണല്ലോ ഇങ്ങനെയൊക്കെ നടക്കുന്നതും ആളുകൾ ഒഴിഞ്ഞു കൂടുന്നതും 14-15 വയസ്സായ കുട്ടികൾ പോലും ഗേ എന്ന് പരസ്പരം അഭിസംബോധന ചെയ്യുന്നതും അതിൻ്റെ അശ്ലീല പദങ്ങൾ ഉപയോഗിക്കുന്നതും. പല കുട്ടികളിൽ നിന്ന് ഉപയോഗിക്കുന്ന പദങ്ങൾ, ചിലപ്പോൾ കളിക്കുമ്പോഴൊക്കെ ഉപയോഗിക്കുന്ന പദങ്ങൾ നമുക്ക് കേൾക്കാൻ പോലും കഴിയില്ല. അങ്ങനെയുള്ള പദങ്ങൾ, ഇത് സെക്സുമായി ബന്ധപ്പെട്ട് വരുന്ന പദങ്ങൾ, അതുപോലെയുള്ള ചില സൗണ്ടുകൾ, അതൊക്കെ കാണുമ്പോൾ നമുക്ക് ഒരു വല്ലാത്തൊരു അരോചകം തോന്നാറുണ്ട്. ചില കുട്ടികൾ ഇങ്ങനെ കഴിയുമ്പോൾ കർശനമായി അവരോട് പറയാറുണ്ട്. അപ്പോൾ അതിൻ്റെ ആ ഒരു വീഡിയോസിൻ്റെയും മറ്റിൻ്റെ സ്വാധീനവും കുട്ടികളിൽ പോലും സ്വാധീനിച്ചിട്ടുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. ഇതിന് ആ ഒരു തിന്മക്ക് രസമുണ്ടെങ്കിലും നല്ലൊരു സുഖമുണ്ടെങ്കിലും അതിൻ്റെയൊക്കെ ഭവിഷ്യത്ത് ഭയങ്കരമാണ്. ഈ അടുത്ത കാലത്തൊരു കുട്ടിയെ കൗൺസിലിങ്ങിന് കൊണ്ടുവന്നു. അവൻ പറയുന്നത് 15 വയസ്സായ കുട്ടിയാണ്. അവൻ പറയുന്നത് എനിക്ക് മരിക്കണം, എനിക്കിനി ജീവിക്കണ്ട. കാരണം അത് നിരന്തരമായി മറ്റു ഫോൺ വീഡിയോസുകൾ കണ്ട് സ്വയംഭോഗങ്ങൾ നടത്തി. പക്ഷേ പിന്നീട് ഇത് 5-6 മണിക്കൂർ ഇത് കാണുകയും അതിൻ്റെ അഡിക്ഷനായി തീരുകയും അത് ഒഴിച്ചുകൂടാതാവുകയും എന്നാൽ സ്ഖലനം സംഭവിക്കുന്നുമില്ല. അവസാനം ആ കുട്ടിയെ കൗൺസിലിംഗ് ചെയ്ത് നല്ല രീതിയിൽ കൊണ്ടുവന്നെങ്കിലും ആ കൗൺസിലിംഗ് ചെയ്ത വ്യക്തിത്വം പിന്നീട് പറഞ്ഞത് ആ കുട്ടിക്ക് ഒരിക്കലും വിവാഹം ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ എത്രമാത്രം അതിന് ഭവിഷ്യത്തുണ്ട് എന്ന് ഈ ഒറ്റൊരു ഉദാഹരണം കൊണ്ട് നിങ്ങൾക്ക് മനസ്സിലായി കാണും. അപ്പോൾ അതേപോലെ ഇതിൻ്റെ അനന്തരഫലങ്ങൾ, പല കുടുംബത്തിലും മരണങ്ങൾ, പല കൊലപാതകങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നു. അതേപോലെ നമ്മളൊരു നല്ല കുടുംബത്തിൽ നല്ല ഒരു അന്തരീക്ഷത്തിൽ ജീവിച്ച് നല്ലൊരു മനുഷ്യനായി ജീവിക്കുമ്പോൾ നമ്മൾ വളരെ രഹസ്യമായി ഇങ്ങനെ തിന്മ ചെയ്തിട്ട് അവസാനം അത് പിടിക്കപ്പെടുമ്പോൾ, നമ്മുടെ മക്കൾ, നമ്മുടെ ഭാര്യ അതൊക്കെ പിടിക്കപ്പെടുമ്പോൾ അവസ്ഥ എന്തായിരിക്കും? ഒന്ന് ചിന്തിച്ച് നോക്കണം. നമ്മൾ സമൂഹത്തിൽ ഇകത്തപ്പെട്ടവർ വാട്സപ്പിലൂടെ ഇപ്പോൾ നമ്മൾ എത്ര നമ്മൾ ആത്മാർത്ഥമായി ഖേദിച്ച് മടങ്ങിയാലും സോഷ്യൽ മീഡിയയിലൂടെ അതിൻ്റെ പ്രചാരണങ്ങൾ നടത്തിയിട്ട് ആളുകൾ മാനം കെടുത്തിയിട്ട് ഒന്ന് സമൂഹത്തിലേക്ക് ഇറങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥയിലേക്ക്, പല പീഡന കേസുകളിലും പ്രതിയായി എന്ന് സംശയിക്കപ്പെടുന്ന ആളുകൾ പോലും പിന്നീട് പിടിക്കപ്പെട്ട് അവർ അവസാനം ആത്മഹത്യ ചെയ്യുന്ന ആളുകൾ നമ്മൾ പലപ്പോഴും കാണാറുണ്ട്. എന്തുകൊണ്ടാ വെച്ചാൽ അവർ നിരപരാധിയാണ്, പക്ഷേ സമൂഹം അവരെ കുറ്റവാളിയാക്കി. അതുപോലെ സമൂഹത്തിൽ ഇറങ്ങി നടക്കാൻ വയ്യ, ആരുടെ മുഖത്ത് നോക്കാൻ വയ്യ, മുഖത്ത് നോക്കി നേരെ ഒന്ന് സംസാരിക്കാൻ വയ്യ. ഈ അധർമ്മത്തിൻ്റെ അഥവാ ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ ചെയ്തു പോയാൽ തന്നെ അവനൊരു ഇതുണ്ടാകണം, ആളുകളുടെ മുമ്പിൽ നടക്കാനും ഇതാക്കാനും. തെറ്റാണ് എന്നത് മറ്റൊരു വശം. പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ അധർമ്മത്തിൻ്റെ അനന്തരഫലം ഭയങ്കരമാണ്. അതിൻ്റെ ഒരു ചെറിയ സുഖമുണ്ടെങ്കിലും അതിൻ്റെ അനന്തരഫലം വലിയതാണ്. അതുപോലെ മരിച്ചു പിരിയേണ്ടവരാണ് നമ്മളെല്ലാവരും. ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞിട്ട് നാളെ ദൈവത്തിൻ്റെ സന്നിധിയിലെത്തുമ്പോൾ, നാളെ പടച്ചവൻ്റെ മുന്നിലെത്തുമ്പോൾ നിങ്ങൾ പ്രവർത്തിച്ചതിനെ പറ്റി, നിങ്ങൾ സമ്പാദിച്ചതിനെ പറ്റി, നിങ്ങൾ നേടിയതിനെ പറ്റിയും ചെയ്തതിനെ പറ്റിയും പ്രവർത്തിച്ചതിനെ പറ്റിയൊക്കെ ചോദിക്കപ്പെടുമ്പോൾ മറുപടി നൽകേണ്ടവരാണ്, കബറിൽ കഴിയേണ്ടവരാണ് എന്ന ബോധ്യത്തോടെ ജീവിക്കാൻ നമുക്ക് സാധിക്കണം. പരമാവധി നല്ല മനുഷ്യരാകാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കണം. അതേപോലെ നാനാഭാഗത്തു നിന്നും നമുക്കറിയാം ഈ സൈറ്റുകൾ പലപ്പോഴും നല്ല വീഡിയോസുകൾ കാണുമ്പോൾ പോലും നമുക്ക് വരുന്ന പരസ്യങ്ങൾ വളരെ മോശമായ പരസ്യങ്ങൾ വരാറുണ്ട്.
നമ്മളെ സ്വാധീനിക്കാറുണ്ട്. സ്വാധീനിക്കാതെ നല്ല രീതിയിൽ നമുക്ക് പിടിച്ചു നിൽക്കാനും നല്ല രീതിയിൽ മുമ്പോട്ട് പോകാനും നമുക്ക് സാധിക്കണം.